നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇതിൽ ഉഴുന്നോ അരിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ നല്ലൊരു റെസിപ്പിയാണ്. കൂടെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനൊരു ചട്നി കൂടെ ഞാൻ തയ്യാറാക്കുന്നത്. വീഡിയോ ഫുള്ള് കാണുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എങ്ങനെ തയ്യാറാക്കാൻ കിടന്നോക്കാം. അതിനായി 250 ml കപ്പിൽ അര കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ മുത്താറി എന്ന് പറയാറുണ്ട്, പഞ്ഞപ്പുല്ലെന്ന് പറയാറുണ്ട്, പിന്നെ ഇംഗ്ലീഷിലെ ഫിംഗർ മില്ലറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ എത്രയാണോ റാഗി എടുക്കുന്നത് ആ സെയിം അളവിൽ തന്നെ ചെറുപയർ പരിപ്പാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/2 മുതൽ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് അരിയോ ഉഴുന്നോ ഒന്നും ചേർക്കുന്നില്ല. ഉലുവയും ഈ ചെറുപയർ പരിപ്പും റാഗി മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, കൊളസ്ട്രോൾ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇത് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. റാഗിയിൽ ധാരാളം കല്ലും മണ്ണൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3-4 പ്രാവശ്യം കഴുകി ഇതുപോലെ വെള്ളം നല്ല ക്ലിയറായി വരുന്നവരെ കഴുകിയെടുക്കുക. ഇനി ഇത് കുറച്ച് നേരം കുതിരാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം കുതിരാൻ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ച് കിട്ടണം. ചെറുപയർ പരിപ്പ് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. പക്ഷേ റാഗി കുറച്ച് സമയം കൂടി എടുക്കും. അതായത് കുറഞ്ഞതൊരു 3 മുതൽ 4 മണിക്കൂറെങ്കിലും ഇതുപോലെ വെള്ളത്തിയിട്ട് വയ്ക്കുക. ഇപ്പോൾ തലേദിവസം രാത്രിയാണ് ഇങ്ങനെ കഴുകി വെള്ളമൊഴിച്ച് വെക്കുന്നത്. ഇനി അടുത്ത ദിവസം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ലിഡ് വെച്ച് അടച്ചതിന് ശേഷം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കാമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അരച്ചെടുത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അതല്ല ഡിന്നറായിട്ടാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വെള്ളമൊഴിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ഇത് തയ്യാറാക്കാം. അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. റാഗിയും ചെറുപയർ പരിപ്പും ഉലുവയും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇവ 3ഉം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലുള്ള വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ കുടിക്കാനായിട്ട് എടുക്കുന്ന നല്ല വെള്ളം തന്നെ ഒഴിച്ച് വെക്കണേ. അന്നേരം നമുക്ക് ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാറിലോട്ട്, ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, അരച്ചെടുക്കാൻ പാകത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ കുറച്ചേറെ സമയം നമ്മൾ കുതിർക്കാൻ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. കാണുന്നുണ്ടോ? ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കാനായിട്ടുള്ളത്. അരച്ചെടുത്തത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അടുത്ത ബാച്ചും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അടുത്ത ബാച്ച് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ സമയം ഇഞ്ചി ചേർത്ത് അരച്ചെടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ബാറ്ററിൽ ഇഞ്ചി ചേർക്കാം. അരച്ചെടുക്കുമ്പോൾ ഇഞ്ചി ചേർക്കുന്ന കേട്ടോ കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മൾ ദോശ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇഞ്ചി കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അങ്ങനെ അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത്. ഇനി മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. റാഗി ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല എല്ലാവർക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഡയബറ്റിക് പേഷ്യൻസിന് ഷുഗർ ഒന്ന് കൺട്രോൾ ആകാനൊക്കെ റാഗി വളരെയധികം സഹായിക്കും. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം. നല്ല ജീരകം ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. നല്ല ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഒരു നുള്ള് കായപ്പൊടി, അതായത് 1/4 ടീസ്പൂണിനെക്കാട്ടി കുറവ് കായപ്പൊടി കൂടി ചേർക്കുക. ഇതിൽ ചെറുപയർ പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കായപ്പൊടി മസ്റ്റായിട്ട് ചേർക്കണേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ബാറ്ററിൻ്റെ റെസിപ്പി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ദോശ തയ്യാറാക്കുന്നതാണെങ്കിൽ ദോശ തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു ദോശ കുറച്ചും കൂടി ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാട്ടോ. നമുക്കിത് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാവുകയും ചെയ്യും. ഒരു ചെറിയ ടൊമാറ്റോ അതിൻ്റെ സീഡ് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാപ്സിക്കമും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ യെല്ലോ കളർ ക്യാപ്സിക്കമാണ് ചേർത്തേക്കുന്നത്. പിന്നെ ക്യാരറ്റൊക്കെ ചേർക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരു ചെറിയ ക്യാരറ്റ് മതിയാകും. പകുതി സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് തന്നെ മതിയാകും. നോക്കൂ, ബാറ്റർ കണ്ടോ, നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ
കരിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. കരിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഓപ്ഷണലാട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇത്രയാണ് നമ്മുടെ ബാറ്റർ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജ് ചേർക്കാം, അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ അത് ചേർക്കാം. അതായത് പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസ് ഏത് വേണോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദോശ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫില്ലിംഗ് തന്നെ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയായിരിക്കും, പക്ഷേ ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാകുമ്പോൾ നല്ലൊരു ഫില്ലിംഗ് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദോശ തയ്യാറാക്കാം, പക്ഷേ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നി കൂടെ നമുക്ക് തയ്യാറാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ചട്നി തയ്യാറാക്കിയിട്ട് ചൂടോടെ തന്നെ ദോശ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുക്കുന്നുണ്ട്. ഇതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ്. കുറച്ച് മല്ലിയില, അതേ അളവിൽ തന്നെ കുറച്ച് പുതിന ഇല, അതായത് മിൻറ്റ് ലീവ്സ് ഇതിൽ സെയിം അളവിൽ തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുതിനയില കുറച്ചെടുത്താലും കുഴപ്പമില്ല, കൂടിപ്പോയരുത്. ഇനി എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കൂടി ചേർത്തെടുക്കുക. ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ചെറിയ പീസ് ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പുളിക്ക് വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ്, അതായത് ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ചേർക്കുന്നത്. ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഒന്നുകിൽ ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വാളൻ പുളി ചേർത്തെടുക്കാം. പുളി ചേർക്കുമ്പോൾ കൂടി പോകരുത്, പാകത്തിന് മാത്രമേ ചേർക്കാവൂ. ഇനി ഇതിൽ നാളികേരം ഒന്നും ചേർക്കുന്നില്ല, ചേർക്കുന്നതാണ് കുറച്ച് കപ്പലണ്ടി. 1/4 കപ്പ് കപ്പലണ്ടി ചേർക്കുന്നുണ്ട്. കപ്പലണ്ടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പൊട്ടുകടല ഉണ്ടല്ലോ അത് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ കപ്പലണ്ടി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്. കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് തന്നെ മസ്റ്റായിട്ട് ചേർക്കുക. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം ഒത്തിരി അങ്ങ് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ദോശയ്ക്ക് എപ്പോഴും നല്ലത് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ചട്നി ആയിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ചട്നി അരച്ചെടുക്കേണ്ടത്. നമ്മൾ ചേർത്ത പീനട്ട്, അതായത് കപ്പലണ്ടി നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ശരിക്കും നാളികേരം ചേർക്കാത്ത ചട്നി എന്ന് ആരും പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റിയുള്ള ചട്നിയാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ചട്നി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ദോശയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താളിച്ചും കൂടി ചേർക്കാം. ഇപ്പോൾ ഞാൻ താളിച്ചൊന്നും ചേർക്കുന്നില്ല, കാരണം ഇത് നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ താളിച്ച് ചേർക്കുന്നില്ല. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. അതിനായിട്ട് ഇരുമ്പിൻ്റെ ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. ദോശക്കല്ല് നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം സാധാരണ ദോശ നിരത്തുന്ന കണക്ക് നിരത്തി കൊടുക്കുക. അപ്പം ബാറ്റർ കുറച്ചൊന്ന് കട്ടിക്കെടുക്കണം കേട്ടോ, എന്നാലായിരിക്കും കുറച്ചും കൂടി നമുക്ക് നിരത്തി എടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത്. കാരണം നമ്മളിതിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് നൈസാക്കി ആക്കിയെടുത്ത് ഈ ഒരു രീതിയിൽ നിരത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യോ അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും നമ്മൾ റാഗി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ നെയ്യ് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. എന്നാലാണ് അതിൻ്റെ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡി പെട്ടെന്ന് അബ്സോർബ് ചെയ്യത്തുള്ളൂ. ഒത്തിരി വേണ്ട, ഈ ഒരു അളവിൽ ചേർത്താൽ മതിയാകും. അതിനുശേഷം ഒരു 2 മുതൽ 3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അന്നേരം നമ്മൾ ചേർത്ത വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം കുക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഇപ്പോൾ ഒരു 2 മുതൽ 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്, നെയ്യുടെയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത നല്ല ജീരകത്തിൻ്റെയും ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അതാണ്. ഈ 2 സൈഡും വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് മുരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ദോശ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അളവിൽ ഒരു 6 മുതൽ 7 ദോശ നമുക്ക് തയ്യാറാക്കാം. ദോശയിലൂടെ സെർവ് ചെയ്യുന്നത് ഈ ഒരു ചട്നിയാണ്. നാളികേരമൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇതിൽ വളരെ കുറച്ച് ഒരു ചെറിയ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.